വി.ഡി. സതീശൻ മീഡിയ വണിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുത്ത നടപടി ജനം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ മേൽക്കൈയിലാണ് ആ നടപടി എടുത്തത് എന്ന് അദ്ദേഹം ആ പറച്ചിലൂടെ അദ്ദേഹം ഊട്ടിയുറപ്പിക്കുകയാണ്. ഈ വിജയം ആ നിലപാടിന്റെ കൂടി വിജയമാണ് എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. വലിയ സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടായ സമയത്തും വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ എടുത്തൊരു നിലപാടുണ്ട്. തന്റെ ബോധ്യമാണ്, തന്റെ ബോധ്യത്തിൽ നിന്നാണ് തന്റെ തീരുമാനം, അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്, ആലോചിക്കണം, രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് വെൽ ഡ്രാഫ്റ്റ് എന്ന പ്രയോഗം മീഡിയ വൺ നൽകിയ അഭിമുഖത്തിൽ സണ്ണി ജോസഫ് ആദ്യമായി പറയുന്നതും പിന്നീട് മറ്റ് ചാനലുകളോട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നത്. അതായത് ഇതിന് പിന്നിൽ ഒരു കുടുക്കുണ്ടായിരുന്നു, ഈ പരാതിക്ക് പിന്നിൽ അത് ഒരു തയ്യാറാക്കിയ പരാതി, അതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആരോപണമാണ് ആ വിഷയത്തിൽ സണ്ണി ജോസഫ് ഉന്നയിക്കുന്നത്. അപ്പോഴും ആ തെരഞ്ഞെടുപ്പ് ദിവസം പോലും അത്തരം ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ്. താനെടുത്ത നിലപാട്, താനെടുത്ത സ്റ്റാൻഡ് അതാണ് ശരിയെന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു വി.ഡി. സതീശൻ ചെയ്തത്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും വേണ്ട, ഒരു സംശയവും വേണ്ട. അതിന് പൊതു ഇടത്തിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നു എന്ന് വി.ഡി. സതീശൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് LDF ഉന്നയിച്ചിട്ടുള്ള ആ ആരോപണങ്ങളൊന്നും പച്ച പിടിച്ചില്ല. മാത്രമല്ല, UDF അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗം എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നതായിരുന്നു ഒരു ചോദ്യം. മറ്റൊന്ന്, സമാന ആരോപണം നേരിടുന്ന എത്രയോ ആളുകൾ മന്ത്രിയായിട്ടും MLA ആയിട്ടുമൊക്കെ ഈ മുന്നണിയുടെ ഭാഗമായും ഈ പാർട്ടിയുടെ ഭാഗമായിട്ടും ഒക്കെ ഉണ്ട്, എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നതായിരുന്നു UDF ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. ഇതിലൊന്നും പക്ഷേ കൃത്യമായൊരു ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജമാഅത്തെ ഇസ്ലാമി ആരോപണവുമായി രംഗത്തെത്തി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച അതേ ആരോപണം ജമാഅത്തെ ഇസ്ലാമിയുമായും SDPയുമായും UDFന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങളുടെ കൊട്ടയിലേക്ക് ആക്കാൻ കഴിയുമോ എന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF നടത്തി നോക്കിയത്. ഇതൊന്നും ഫലം കണ്ടില്ല. അമ്പാടെ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ LDFന് സംഭവിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ പ്രീണന നയമാണ് UDF പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരാജയത്തിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ആരോപണം കടുപ്പിച്ച് പറയുകയാണ് സാധാരണ CPM ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പോലും കടുപ്പിച്ച ഒരു സംസാരം പോലും ഉണ്ടായില്ല എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? നൗഫൽ, ഇപ്പൊ രണ്ടാമത് നടത്തി, ഇപ്പൊ ഈ റിസൾട്ട് വന്നതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തെ കുറിച്ചാണോ നൗഫൽ സംസാരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ ഇത് തുടർച്ചയായിട്ട് ആവർത്തിക്കുകയാണ്. പക്ഷേ അത് ആവർത്തിച്ചതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാവുന്നത്. അതായത് മുഖ്യമന്ത്രി ഇത് ആവർത്തിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഈ പ്രധാനമായും ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ അകറ്റിക്കളഞ്ഞു LDF അല്ലെങ്കിൽ CPM എന്നൊരു വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വത്തിനുണ്ടായത്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കരുത്. ഭൂരിപക്ഷ സമുദായ വോട്ടുകളാണ് പ്രധാനമായും LDFനെ സംബന്ധിച്ച് അവരുടെ ഒരു കച്ചിത്തുരുത്ത്, അല്ലെങ്കിൽ അതുകൊണ്ട് അവരുടെ ഒരു പച്ചത്തുരുത്ത് എന്നൊരു വിശ്വാസം LDFനുണ്ട്. അതുകൊണ്ട് ആ വോട്ടുകളെ ചേർത്ത് നിർത്തുകയും അതിന്റെ ഭാഗമായുള്ള പ്രചരണം നടത്തുകയും ചെയ്യുക എന്നത് CPM സംഘടനാ തലത്തിൽ തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയ ഒരു പ്രചരണമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി, SDPI തീവ്രവാദ ആരോപണം, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള UDFന്റെ കൂട്ടുകെട്ട് ആരോപണം, മാത്രമല്ല മലപ്പുറം പോലെയുള്ള ജില്ലകളെ അധിക്ഷേപിച്ച, മുസ്ലിം സമുദായത്തെ അവഹേളിച്ച വെള്ളാപ്പള്ളി നടേശനെയൊക്കെ പോലുള്ള ആളുകളെ തോളത്ത് കൈയിട്ട് അവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുനടന്ന് അത്തരത്തിൽ ഒരു ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തുന്നതിന്റെ ഭാഗമായി നടത്താൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള നടപടികളും നീക്കങ്ങളും LDFന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ അതൊക്കെ അമ്പാടെ ജനം തള്ളിക്കളഞ്ഞു. വളരെ കൃത്യമാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനെ തലയിലേറ്റ് നടന്നു. അതേ തുടർന്ന് എന്ത് ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്?